എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിലെ 6ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്താണെന്നും അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്നും ഒക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് 2 സൊല്യൂഷൻ വരുന്ന സന്ദർഭത്തെ പറ്റി, ഇതുവരെ നമ്മൾ ചെയ്തതിലെല്ലാം സിംഗിൾ സൊല്യൂഷൻ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് 2 സൊല്യൂഷൻസ് വരുന്ന പ്രത്യേകതകളാണ് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ -5ന്റെ സ്ക്വയർ എത്രയാണ്? -5ന്റെ സ്ക്വയർ +25. 5 സ്ക്വയറോ അത് 25 അല്ലേ. അതുപോലെ -7ന്റെ സ്ക്വയർ, 8ന്റെ സ്ക്വയർ എത്രയാ? -7 ദാറ്റ് ഈസ് 49. 7 സ്ക്വയറും 49. അപ്പോൾ നോക്കിയേ, 25ന്റെ സ്ക്വയർ റൂട്ട് ഏതൊക്കെ വരാം? -5 വരാം, +5 വരാം. 49ന്റെ സ്ക്വയർ റൂട്ട് -7 വരാം, +7 വരാം. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 25 ക്യാൻ ബി -5 ഓർ +5. അതുപോലെ സ്ക്വയർ റൂട്ട് ഓഫ് 49 ക്യാൻ ബി +7 ഓർ -7. അപ്പോൾ അതായത് ഒരു നമ്പറിന് 2 സ്ക്വയർ റൂട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവും വരും, നെഗറ്റീവും വരും. അപ്പോൾ 25ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് വെച്ചാൽ -5 വരാം, കാരണം -5 ഇൻറ്റു -5 25 ആണ്. +5 into +5 25. So square root of 25 can be +5 or -5. Otherwise square root of 49 can be -7 or +7. Okay. അപ്പോൾ അതെ ഒരു ഇക്വേഷൻ x² + 8x = 9. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള എങ്ങനെയാണ്? x² + ax എന്ന രൂപമാണ് ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ 8ന്റെ ഹാഫിന്റെ സ്ക്വയർ ആഡ് ചെയ്യണം. അപ്പോൾ 8ന്റെ ഹാഫ് എത്രയാണ്? 4. അപ്പോൾ 4 സ്ക്വയർ ഇവിടെ ആഡ് ചെയ്താൽ അപ്പുറയും 4 സ്ക്വയർ ആഡ് ചെയ്യണം അല്ലേ. ഇവിടെ 4 സ്ക്വയർ ആഡ് ചെയ്താൽ അതേ നമ്പർ അപ്പുറയും ആഡ് ചെയ്യണം. അപ്പോൾ ഇത് എന്ത് ചെയ്യും? x + 4 ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ x + 4 ദി ഹോൾ സ്ക്വയർ = 25. അപ്പോൾ x + 4 ദി ഹോൾ സ്ക്വയർ 25 ആണെങ്കിൽ x + 4 എന്ത് വരും? √25. അത് +5 വരാം, -5 വരാം. അപ്പോൾ x + 4 = +5 or x + 4 = -5. x + 4 +5 ആണെങ്കിൽ x = 5 - 4 that is 1 കിട്ടും. x + 4 -5 ആണ്. x = -5 + 4 അപ്പുറം വരുമ്പോൾ -4, അപ്പോൾ -9 വരും. അപ്പോൾ x = 1 or x = -9. x = 1 കൊടുത്താൽ 1 + 4 5, 5ന്റെ സ്ക്വയർ 25. x = -9 ആയ -9 + 4 -5 അതിന്റെ സ്ക്വയർ 25 തന്നെ. അപ്പോൾ എക്സിന് 2 സൊല്യൂഷൻസ് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന് 2 വാല്യൂസ് കിട്ടും. വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. x² - 4x = 45. ഇതൊന്ന് ഇതിന്റെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ വരിക? എക്സിന്റെ കോഎഫിഷ്യന്റ് 4, 4ന്റെ ഹാഫ് 2 സ്ക്വയർ ആഡ് ചെയ്യുക, 2 വശത്തും 2 സ്ക്വയർ ആഡ് ചെയ്തു. അപ്പോൾ ഇതെന്തായി? x - 2 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ 45 + 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 45 + 4 49 എന്ന് കിട്ടും. അപ്പോൾ x - 2ന്റെ സ്ക്വയർ 49 ആണ്. x - 2 എന്തൊക്കെ വരാം? √49 എന്ന് പറഞ്ഞാൽ +7 വരാം, -7 വരാം. അപ്പോൾ x - 2 7 ആകാം, അല്ലെങ്കിൽ x - 2 -7 ആവാം. അപ്പോൾ x - 2 7 ആണെങ്കിലോ x = 7 + 2 ആയി 9, അല്ലെങ്കിൽ x = -7 + 2 -5. അപ്പോൾ എക്സിന്റെ 2 വാല്യൂസ് ഇവിടെ വന്നു, 9 അല്ലെങ്കിൽ -5. അപ്പോൾ x ക്യാൻ ബി 9 ഓർ x ക്യാൻ ബി -5. അപ്പോൾ 2 വാല്യൂസും അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് സാധാരണഗതിയിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് പരമാവധി വരാവുന്നത് 2 സൊല്യൂഷനാണ്. അതായത് എക്സിന് പരമാവധി 2 താഴെ വരാൻ, അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് സെലക്ട് ചെയ്യും. ചില ക്വസ്റ്റ്യനിൽ 2ഉം സ്വീകാര്യമായിരിക്കും, ചിലതിൽ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത പ്രോബ്ലംസിലെല്ലാം ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് ബ്രെഡ്ത്ത് എന്നൊക്കെ പറയുന്നത് പോസിറ്റീവ് വരുള്ളൂ അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് അങ്ങനെ അതും പോസിറ്റീവ് വരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സൊല്യൂഷൻ ആയിരിക്കും മിക്കവാറും വരിക. അപ്പോൾ ഇവിടെ 2 സൊല്യൂഷൻ വരുന്ന കേസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു എക്സാമ്പിളിലേക്ക് പോവാം. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ക്യാൻ ഹാവ് 2 സൊല്യൂഷൻസ്, മാക്സിമം 2 സൊല്യൂഷൻസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ. ഹൗ മെനി ടേംസ് ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് 99, 97, 95 etc. must be added to get 900? തുടർച്ചയായ 91ാമത്തെ ടേം മുതൽ തുടർച്ചയായ കുറെ ടേംസ് ആഡ് ചെയ്താൽ 900 കിട്ടുമെങ്കിൽ എത്ര ടേംസ് ആണ് ആഡ് ചെയ്തത്? ഇതുപോലുള്ള പ്രോബ്ലം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് 2 സൊല്യൂഷൻ വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ നോക്കാം. First term 99, common difference 97 minus 99, that is -2.
അപ്പോൾ എക്സ് എൻ കാണാനുള്ള ഫോർമുല ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ ഡി എന്ന് പറയുന്നത് -2n പ്ലസ് 99 മൈനസ് -2. അപ്പോൾ 99 പ്ലസ് 2, അപ്പോൾ -2n പ്ലസ് 101. അപ്പോൾ -2n പ്ലസ് 101 എന്ന് പറയുന്നത് nth ടേം ഓൾജിബ്രിക് ഫോം ആണ്. അപ്പോൾ സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത് n/2 ഇൻറ്റു x1 പ്ലസ് xn. അപ്പോൾ n/2 ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം 99 പ്ലസ് xn എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചു -2n പ്ലസ് 101. അപ്പോൾ നോക്കിക്കേ n/2 ഇൻറ്റു 99 പ്ലസ് 110 -2n. അപ്പോൾ -2n ആദ്യം എഴുതി, 99ഉം 101ഉം കൂടി ആഡ് ചെയ്താൽ 200. അപ്പോൾ -2n പ്ലസ് 200. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് കോമൺ ആയിട്ട് 2 വെളിയിലെടുക്കാം. അപ്പോൾ എന്നിൻ്റെ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 200 2 ഇൻറ്റു 100 എന്ന് എഴുതാം. അപ്പോൾ ആ 2 വെളിയിലെടുത്ത് കഴിഞ്ഞാൽ n/2 ഇൻറ്റു 2 ഇൻറ്റു ബാക്കി ഇവിടെ -n പ്ലസ് ഇവിടെ 100 തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടണം. 2 ഇൻറ്റു -n -2n, 2 ഇൻറ്റു 100 200. അപ്പോൾ അതേ കിട്ടും. അപ്പോൾ അതവിടെ കണ്ടോ 2 2 ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തോന്നുണ്ട്, n ഇൻറ്റു -n പ്ലസ് 100. അപ്പോൾ n ഇൻറ്റു -n എന്ന് പറഞ്ഞാൽ -n², n ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 100. സോ സം ഓഫ് n ടേംസ് പറഞ്ഞാണ് -n² പ്ലസ് 100n. സം ഓഫ് n ടേംസ് എത്രയാ തന്നിട്ടുണ്ട്, 900. അപ്പോൾ ഇത് 900 ആണെങ്കിൽ n എത്ര, അപ്പോൾ എന്ത് വരും, -n² പ്ലസ് 100n ഈസ് ഈക്വൽ ടു 900. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ n²ന്റെ കോഎഫിഷ്യന്റ് എപ്പോഴും +1 ആയിരിക്കണം, എന്നെങ്കിലേ നമുക്ക് കംപ്ലീറ്റ് ദി സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ എത്ര മൈനസ് കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും, n² -100n ഈക്വൽ ടു -900. അതായത് എല്ലാ ടേമിൻ്റെയും സൈൻ നേരെ ഓപ്പോസിറ്റ് ആക്കി. അപ്പോൾ -n² പ്ലസ് 100n ഈക്വൽ ടു 900 ആയാൽ n² മൈനസ് 100n ഈക്വൽ ടു -900. ഓക്കെ, അപ്പോൾ ഏതായാലും എത്ര മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഇപ്പോൾ നോക്കിയേ a² പ്ലസ് bx അല്ലേ, x² പ്ലസ് ax അല്ലെങ്കിൽ x² മൈനസ് ax എന്ന രൂപത്തിലാണ്. അപ്പോൾ കംപ്ലീറ്റ് ദി സ്ക്വയർ മെത്തേഡിൽ നമുക്കിവിടെ ചെയ്യാം. 100 ആണ് എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്, അതിൻ്റെ ഹാഫ് 50² ആഡ് ചെയ്യുക. രണ്ട് വശത്തും 50² ആഡ് ചെയ്ത്, കാരണം ഇവിടെ ആഡ് ചെയ്താൽ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആവും. ഇവിടെ ആഡ് ചെയ്ത് അതേ നമ്പർ അപ്പുറം ആഡ് ചെയ്തതിൽ ഈ കേസ് മാറിപ്പോകും. ഇതെന്താണ്, n മൈനസ് 50² ആണ്. അപ്പോൾ n മൈനസ് 50² ഈക്വൽ ടു ഇവിടെ 50² എന്ന് പറഞ്ഞാൽ 2500 -900 പ്ലസ് 2500. അപ്പോൾ n മൈനസ് 50² ഈസ് ഈക്വൽ ടു, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2500 മൈനസ് 900 അതായത് 1600. അപ്പോൾ നോക്കിയേ n മൈനസ് 50യുടെ സ്ക്വയർ 1600. അപ്പോൾ n മൈനസ് 50 ക്യാൻ ബി സ്ക്വയർ റൂട്ട് ഓഫ് 1600, അതായത് പ്ലസ് ഓർ മൈനസ് വരും. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 40, അതായത് 40യുടെ സ്ക്വയർ ആയാലും മൈനസ് 40യുടെ സ്ക്വയർ ആയാലും 1600 ആണ്, 1600 ആണ്. അപ്പോൾ n മൈനസ് 50 ക്യാൻ ബി പ്ലസ് 40 അല്ലെങ്കിൽ മൈനസ് 40. അപ്പോൾ n കാണി എന്ത് ചെയ്യണം, -50യെ അപ്പുറത്ത് കൊണ്ടുപോവുക. -50 അപ്പുറത്ത് ചെയ്യുമ്പോൾ എന്താവും, +50. അപ്പോൾ +50 പ്ലസ് ഓർ മൈനസ് 40, അതായത് n എന്ന് പറയുന്നത് 50 പ്ലസ് 4, 50 പ്ലസ് 40 ഓർ 50 മൈനസ് 40. അപ്പോൾ 50 പ്ലസ് 40 എന്ന് പറഞ്ഞാൽ 90. അപ്പോൾ 90 അല്ലെങ്കിൽ 50 മൈനസ് 40 എന്ന് പറഞ്ഞാൽ 10. രണ്ട് ആൻസർ കിട്ടി. അതായത് നമ്പർ ഓഫ് ടേംസ് ക്യാൻ ബി 90 ഓർ 10. ഇവിടെ നോക്കിക്കേ, ഈ 90യും 10ഉം ഇവിടെ സ്വീകാര്യം. എന്താ കാരണം എന്നറിയാമോ, 10 ടേംസിന്റെ ഈ സീക്വൻസിന്റെ 10 ടേംസിന്റെ സം എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 900 കിട്ടും. നീ 90 ടേംസ് എടുത്താലോ, 90 ടേംസ് എടുത്താൽ എന്താണെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടേംസ്, അതായത് ആദ്യത്തെ 10 ടേംസ് കഴിഞ്ഞ് പിന്നെയുള്ള ഒരു 40 ടേംസ് പോസിറ്റീവ് ആണ്, അടുത്ത 40 ടേംസ് അതിൻ്റെ നെഗറ്റീവ് ആണ്. അപ്പോൾ ആ 40 40 80 ടേം അങ്ങ് ക്യാൻസൽ ആയി പോകും. ബാക്കി എത്ര തന്നെ, ആ 10 ടേമിൻ്റെ സം തന്നെ വരും. അപ്പോൾ 10 ടേമിൻ്റെ സം എടുത്താലും 90 ടേമിൻ്റെ സം എടുത്താലും എത്ര തന്നെ കിട്ടും, 900 വരും. അപ്പോൾ ഇവിടെ രണ്ട് വാല്യൂസ് സ്വീകാര്യമാണ്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് ക്യാൻ ബി 90 ഓർ 10. ക്ലിയർ ആയോ? അപ്പോൾ രണ്ട് സൊല്യൂഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടും ഇവിടെ ആൻസർ ആണ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ. ദി പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 മോർ ദാൻ ദാറ്റ് ഈസ് 168. വാട്ട് ആർ ദി നമ്പേഴ്സ്? ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്? പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 മോർ ദാൻ ദാറ്റ് നമ്പർ, അതായത് ഒരു നമ്പറിന്റെയും അതിനേടെ രണ്ട് കൂട്ടിയ നമ്പറിന്റെയും കൂടി പ്രോഡക്റ്റ് 168 ആണ്. എങ്കിൽ വാട്ട് ആർ ദി നമ്പേഴ്സ് ആണ്. അപ്പോൾ ലെറ്റ് ദി നമ്പേഴ്സ് ബി x
ആൻഡ് എക്സ് പ്ലസ് ടു. കാരണം ഒരു നമ്പറും അതിനോട് രണ്ട് കൂട്ടിയ നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 168 കിട്ടുന്നു. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 168. സിംപ്ലിഫൈ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 168 എന്ന് കിട്ടി. അപ്പൊ ഇതിനെ നമുക്ക് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. 2ന്റെ ഹാഫ് 1 സ്ക്വയർ ഇവിടെ ആഡ് ചെയ്താൽ പെർഫെക്റ്റ് സ്ക്വയർ ആവും. ഇവിടെ 1 സ്ക്വയർ ആഡ് ചെയ്താൽ അപ്പുറയും 1 സ്ക്വയർ ആഡ് ചെയ്യണം. അപ്പൊ എന്ത് തോന്നുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 168 പ്ലസ് 1 സ്ക്വയർ. ക്ലിയർ ആയോ? അപ്പൊ ഇതെന്താണ്? ലെഫ്റ്റ് സൈഡ് എക്സ് പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ആണ്. റൈറ്റ് സൈഡോ 168 പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. അപ്പൊ 169. അപ്പോ എക്സ് പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ 169 ആയി. അപ്പൊ ഇവിടെ നമ്പർ എന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ നമ്പർ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പൊ അതുകൊണ്ട് എക്സ് പ്ലസ് 1 ദി സ്ക്വയർ 169 ആയാൽ എക്സ് പ്ലസ് 1 ക്യാൻ ബി പ്ലസ് ഓർ മൈനസ് 13. അതായത് റൂട്ട് ഓഫ് 169 പ്ലസും വരാം മൈനസും വരാം. അപ്പോൾ എക്സ് പ്ലസ് 1 ക്യാൻ ബി പ്ലസ് ഓർ മൈനസ് 13. അപ്പൊ നോക്കി എക്സ് എന്ന് പറയുന്നത് പ്ലസ് 1 അപ്പുറത്ത് ഉണ്ടായാൽ ആദ്യം -1 വരും. അപ്പൊ -1 പ്ലസ് ഓർ മൈനസ് 13. അപ്പൊ എക്സ് ക്യാൻ ബി -1 പ്ലസ് 13 ഓർ -1 മൈനസ് 13. -1 പ്ലസ് 13 എന്ന് പറയുന്നത് പോസിറ്റീവ് 12, -1 മൈനസ് 13 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. അപ്പൊ എക്സിന്റെ വാല്യൂ ആണ് 12 അല്ലെങ്കിൽ -14. അപ്പൊ എക്സ് 12 ആണെങ്കിൽ അടുത്ത നമ്പർ 12 പ്ലസ് 2 14 വരും. അപ്പൊ നമ്പേഴ്സ് ക്യാൻ ബി 12 and 14. എക്സ് -14 ആണെങ്കിലോ -14 പ്ലസ് 2 -12. അപ്പൊ -14ഉം അത് നമ്പേഴ്സ് ക്യാൻ ബി 12 or 12 പ്ലസ് 2 or -14 or -14 പ്ലസ് 2. അതായത് 12 or 14 or -14 or -12. അപ്പോ ദി നമ്പർ രണ്ട് സെറ്റ് ആൻസർ കിട്ടും. അതായത് രണ്ട് നമ്പേഴ്സ് ഒന്ന് 12ഉം 14 എടുത്താലും പ്രോഡക്റ്റ് 168 ആണ്. -14ഉം -12 എടുത്താലും പ്രോഡക്റ്റ് 168 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റന് എത്ര സൊല്യൂഷൻ ഉണ്ട്? രണ്ട് കേസും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്, രണ്ട് ആൻസർ ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ചാൽ ചില കേസിൽ രണ്ടും കണ്ടുപിടിച്ചിട്ട് അവസാനം നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. പക്ഷേ രണ്ടും ശരിയാണ്, അതുകൊണ്ട് രണ്ടും ആൻസർ ആണ്. പറഞ്ഞത് മനസ്സിലായോ? അതായത് രണ്ട് സൊല്യൂഷൻ വരുന്ന സന്ദർഭമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ അതിന്റെ രണ്ട് എക്സാമ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.